ഹായ് ഓൾ, വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ലെൻസസ് ആൻഡ് മിറേഴ്സ് ആണ്. അപ്പോൾ പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അത്. പി എസ് സി ക്വസ്റ്റ്യൻസിലൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കണേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കാം. എന്താണ് ലെൻസ്, എന്താണ് മിറർ, അല്ലെങ്കിൽ എന്താണ് ലെൻസും മിററും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ നമുക്ക് ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലെൻസിനകത്തൂടെ ലൈറ്റ് കടത്തിവിടും. അതേസമയം കണ്ണാടി അല്ലെങ്കിൽ മിറർ ആണെങ്കിൽ എന്ത് പറ്റും? ദർപ്പണം എന്ന് പറയും കേട്ടോ മലയാളത്തിൽ. ദർപ്പണം ആണെങ്കിൽ എന്ത് പറ്റും? മിററിനകത്താണെങ്കിൽ ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്തു പോകും. അതായത് അതിനകത്തൂടെ ലൈറ്റ് കടത്തി വിടുന്നില്ല. ഇതാണ് മിററും ലെൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ലെൻസ്, എന്താണ് മിറർ എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ആദ്യം എന്താണ് ലെൻസ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കറിയാം, ഇതുപോലെ ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ഈ സ്ഫിയറിന്റെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തു. അതായത് ഇത്രയും പോർഷൻ ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം കിട്ടിയില്ലേ? കണ്ടോ, ഈ ഒരു ഭാഗം കിട്ടി. അതേപോലെ തന്നെ ഇവിടുന്ന് ഞാനൊരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗം കിട്ടി. അപ്പൊ ഈ ഒരു ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഇതാണ് എൻ്റെ ലെൻസ്. അതായത് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സബ്സ്റ്റൻസിൽ നിന്ന് ഞാൻ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് ആ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലെൻസിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു മീഡിയം, ഇപ്പൊ ഇതെന്റെ മീഡിയം 1 ആണെന്ന് വിചാരിച്ചോളൂ. ഇതെന്റെ ലൈറ്റ് ആണ്. ലൈറ്റിന് ഞാൻ എപ്പോഴും ഒരു ആരോ മാർക്ക് ഇടും. എവിടെ നിന്നാണ് വരണേന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആരോ മാർക്ക് ഇടും. അപ്പൊ ലൈറ്റ് ഈ മീഡിയത്തിൽ വന്ന് ഇടിച്ചിട്ട്, അതായത് മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലേക്ക് വരണ സമയത്ത് ഇതാണ് അതിന്റെ ബൗണ്ടറി കേട്ടോ, ഈ വര. അപ്പം ഈ മീഡിയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ലൈറ്റ് ഇങ്ങനെ പോണേന്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോണേന് പകരം ലൈറ്റ് എങ്ങനെ പോകും? ഇങ്ങനെ വളഞ്ഞു പോകും, കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് റിഫ്രാക്ഷൻ എന്ന്. അപ്പൊ റിഫ്രാക്ഷൻ ആണ്, ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ലെൻസിനകത്ത് നടക്കുന്ന കാര്യം. ഇനി ലെൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോൺവെക്സ് ലെൻസും ഒന്ന് കോൺകേവ് ലെൻസും. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് രണ്ട് പോർഷൻ എടുത്ത് വയ്ക്കുന്നത്, അതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് നമ്മുടെ കോൺകേവ് ലെൻസിന് പറ്റുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നടക്കുന്ന ഇപ്പൊ ലൈറ്റ് റേസ് വരികയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ലൈറ്റ് റേസ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. 3 റേസും പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. പാരലൽ ആയിട്ട് വരയ്ക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഭയങ്കര ദൂരെ നിന്നാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റ്. അതായത് ഇപ്പൊ സണ്ണൊക്കെയാണെന്ന് വിചാരിച്ചോ. അപ്പൊ സണ്ണിൽ നിന്നുള്ള റേസ് ഒക്കെ നമ്മൾ പാരലൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള പാരലൽ റേസ് ഈ കോൺവെക്സ് ലെൻസിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞു ലെൻസിൽ നടക്കുന്ന അപവർത്തനമാണ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്ത് പറ്റും? ഈ റേസ് എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് മുട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസ് എല്ലാം കൂടി ഒരുമിച്ച് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യാന്ന് പറയുന്നത് കൂടിച്ചേരും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ റേസ് എല്ലാം കൂടി കൂടിച്ചേരും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസിൽ നമുക്ക് നടക്കുന്നത്, ഈ പേര് കണ്ടോ, CONVEX അല്ലേ. അപ്പൊ CONVE ഞാൻ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺവെക്സിനകത്ത് എനിക്ക് നടക്കുന്നത് കൺവേർജിങ് കൂടിച്ചേരുക. ഇതാണ് കോൺവെക്സ് ലെൻസിൽ നടക്കുന്നത്. ഓക്കെ. അതേസമയം ഈ കോൺവെക്സ് ലെൻസിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇത് കൂടുതലും പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്താൽ നിൽക്കുക. കോൺവെക്സ് ലെൻസിന് നമുക്ക് ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് കൂടുതൽ തിക്ക് ആയിട്ടുള്ള സെന്ററിലാണ്. നടുഭാഗത്തായിരിക്കും അതിന് കൂടുതൽ കുറച്ചും കൂടി ഒരു തിക്നെസ് വരുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഒന്ന്, തിക്നെസ് കൂടുതലുള്ളത് മിഡിലാണ്. അതേപോലെ തന്നെ അതിന്റെ റേസ് ഒക്കെ വന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. അതായത് ഇവിടെ നടക്കുന്നത് കൺവേർജിങ് ആണ്. ഈ പേരിനകത്ത് തന്നെയുണ്ട് കൺവേർജിങ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനിയുള്ള നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ കോൺകേവ് ലെൻസ് ഇത് കൺവേർജിങ് ആണ്, ഇത് കൂടിച്ചേരുകയാണെങ്കിൽ ഈ ലെൻസിന് എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ഡൈവേർജ് ചെയ്യാൻ, അതായത് വ്യതിചലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതുപോലെ തന്നെ റേസ് വരികയാണ് കേട്ടോ. റേസ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്, ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ റേസ് വന്നിട്ട് ഇതിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോണേന്ന് വിചാരിച്ചോ. ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെയാണ് പോയേക്കണെന്ന് വിചാരിക്കാം. അപ്പൊ ശരിക്കും ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാണ്. ഇത് നമ്മൾ കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളങ്ങ് ഇതിനെ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, ഇതിനെ അങ്ങ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഒരു ഇവിടെയായിട്ട് കൂട്ടിമുട്ടും എന്ന് നമ്മളങ്ങ് പറയാണ്. ശരിക്കും പറഞ്ഞാൽ കൂട്ടിമുട്ടുന്നില്ല, പക്ഷെ നമ്മളതങ്ങ് അസ്യൂം ചെയ്യാണ്. അപ്പൊ ഇവിടെയായിട്ട് നമുക്ക് ഫോക്കസ് കിട്ടും. അപ്പൊ നമ്മുടെ കോൺകേവ് ലെൻസിനകത്ത് നടക്കുന്നത് ഡൈവേർജിങ് ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് കൺവേർജിങ് ആണ്.
പിന്നെ കോൺവെക്സ് ലെൻസിനകത്ത് നമുക്ക് ശരിക്കും ഫോക്കസ് കിട്ടുന്നുണ്ട്, അതേസമയം കോൺകേവ് ലെൻസിനകത്ത് നമുക്ക് ശരിക്കും ഫോക്കസ് കിട്ടണില്ല, നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ആയിരിക്കും. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കിട്ടുന്ന ഇമേജ്, അല്ലെങ്കിൽ സ്ക്രീനിൽ നമുക്ക് ആ ഇമേജ് കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അതേസമയം കോൺകേവ് ലെൻസിനകത്താണെങ്കിൽ നമുക്ക് ശരിക്കുള്ള ഇമേജ് കിട്ടുന്നില്ല, നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആണ്. വെർച്വൽ, മിഥ്യ, കേട്ടോ, മിഥ്യ എന്നാണ് പറയുന്നത്. അപ്പൊ വെർച്വൽ ഇമേജ് ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്, കോൺകേവ് ലെൻസിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് കുറച്ച് ടേംസുകളൊക്കെയാ. അതായത് റിയൽ എന്താണ്, കോൺവെക്സ് ലെൻസ് എന്തിനാ ഉപയോഗിക്കുന്ന, ലെൻസ് എന്താണ്, മിറർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 4 ആൾക്കാരെയാണ്. അതായത് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ഇത് 4ഉം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് വരും. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസിന്റെ ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും കോൺകേവ് മിറർ. കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും ഇത് രണ്ടും ഒരേപോലത്തെ ആൾക്കാരാണ്. ഒരെണ്ണം ലെൻസും ഒരെണ്ണം മിററും ആണ്. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരാളാണ് കോൺവെക്സ് മിറർ. അതുകൊണ്ടാണ് ഞാൻ കോൺവെക്സ് ലെൻസിന്റെ അടിയിൽ കോൺകേവ് മിറർ എഴുതാൻ കാര്യം. ഓക്കെ, അതേപോലെ തന്നെ കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും. ഇനി നമ്മളിത് എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺവെക്സ് ലെൻസിൽ നമുക്ക് കിട്ടുന്നത് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കിട്ടുന്ന ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ എന്റെ പേന എങ്ങനെയാണെങ്കിൽ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ഒബ്ജക്റ്റാ. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല തിരിഞ്ഞു വരും, ഇതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് നമ്മൾ പഠിച്ചു. ഇത് ഏതെല്ലാം വരുന്നത്, കോൺവെക്സ് ലെൻസിലാണ് വരുന്നത്. ഓക്കെ, ഇനിയുള്ളത് കൺവേർജിങ്. അത് ഞാൻ പേര് പറഞ്ഞ പോലെ തന്നെ കൺവേർജിങ് ആണ്, കൺവേർജിങ് ലെൻസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കേട്ടോ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പവർ എന്ന് പറയുന്നത് 1/f ആണ്. അതായത് ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അതും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ ടേബിൾ അങ്ങ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതേ പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരാണ്, കോൺകേവ് മിറർ ആണ്. അപ്പൊ ഇതേ പ്രോപ്പർട്ടി തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതിയല്ലോ, മതി. അതായത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ കൺവേർജിങ് ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, പി എന്ന് പറയുന്നത് 1/f ആയിരിക്കും. അതാണ് കോൺകേവ് മിററിൽ പറയുന്നത്. ഇനി കോൺകേവ് ലെൻസിൽ നോക്കാം. ഇവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ ഇത് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ, വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ശരിക്കും കിട്ടുന്നില്ല, നമ്മൾ അസ്യൂം ചെയ്തല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പൊ അതാണ് വെർച്വൽ. ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട്, അതിനെയാണ് നമ്മൾ ഇറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഇമേജ്. അതുപോലെ തന്നെ ഡൈവേർജിങ് ആയിരിക്കും. പിന്നെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ, ഇവിടെ കൺവേർജിങ് ആണെങ്കിൽ ഇവിടെ ഡൈവേർജിങ്, അത്രേ ഉള്ളൂ. പിന്നെ പി ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ്. അതേപോലെ തന്നെ പവർ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. കാരണം പവർ എന്ന് പറഞ്ഞാൽ 1/f ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആണെങ്കിൽ പവറും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ കോൺകേവ് ലെൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുക, ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഇതേ പ്രോപ്പർട്ടി തന്നെ താഴെയും യൂസ് ചെയ്യുക. കാരണം കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും സെയിം പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും, ഇവിടെയും ഡൈവേർജിങ് ആയിരിക്കും, ഇവിടെയും ഫോക്കൽ ലെങ്ത് നെഗറ്റീവും പവർ എന്ന് പറയുന്നതും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 4 എണ്ണം എളുപ്പത്തിൽ അങ്ങ് പഠിച്ചില്ലേ. ഇനി ഈ 4 എണ്ണത്തിൽ ആരും മാർക്കൊന്നും കൊണ്ട് കളയരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് കോൺവെക്സ് ലെൻസിൽ നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ ഇമേജ് എന്ന് പറയുന്നത്, അതായത് എൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ അതേ സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കാം. ഇത് രണ്ടും ഇമേജിന്റെ പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഞാൻ വെക്കുന്ന ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിട്ടായിരിക്കും ഇമേജ് വരിക, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിനേക്കാളും ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കും ഇമേജ് വരിക. അതാണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡിൽ കോൺവെക്സ് ലെൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈസ് അല്ലാണ്ട് വലുതായിട്ട് നമുക്ക് കോൺവെക്സ് ലെൻസിൽ കിട്ടും ഇമേജ്. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റ് എഫിനും ഓനും ഇടയിലാണെങ്കിൽ, അതായത് ഇപ്പൊ ഇതിപ്പോ എന്റെ കോൺവെക്സ് ലെൻസ് ആണ് ഞാൻ വെച്ചേക്കുന്നത്, ഇവിടാണ് എന്റെ ഒപ്റ്റിക് സെന്റർ, ഇതാണ് എന്റെ ഫോക്കസ്. ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിച്ചോ, ഇതാണ് എന്റെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു റേ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ആരോ ഇടണം കേട്ടോ. ഓക്കെ, ഒരു റേ ഇങ്ങനെ വന്നിട്ട് ലെൻസിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട്
ഫോക്കസിൽ കൂടെ പോവും കേട്ടോ. വേറൊരു റേ എന്ത് പറ്റും, അത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോവും. എന്നിട്ട് ഈ 2 റേ തമ്മിൽ കൂട്ടിമുട്ടണം. കൂട്ടിമുട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഇതാന്ന് വിചാരിച്ചോളൂ. ഇവിടുന്ന് ഞാൻ അങ്ങ് വരയ്ക്കുക. ഇവിടെ ആയിരിക്കും എനിക്ക് ഇമേജ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. എൻ്റെ ഒബ്ജക്റ്റിനെ ഞാൻ A B എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇമേജ് എന്തായിരിക്കും, A', B'. കണ്ടോ, ഇത്രയുള്ള സാധനം എനിക്ക് ഇത്രയായിട്ടും കിട്ടി. അതിന്റെ അർത്ഥം എന്താ, ഈ ഒബ്ജക്റ്റ് ഇത്ര ആയിരുന്നപ്പോൾ AB ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് A', B'. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് മാഗ്നിഫൈഡ്, അത് വലുതായി, എൻലാർജ്ഡ് ആയി. അപ്പൊ എൻലാർജ്ഡ് നമുക്ക് ഇമേജ് കിട്ടുന്നത് ഒരൊറ്റ പൊസിഷനിലാണ്. ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ് എപ്പോഴാണ്, ഫോക്കസിന്റെയും ഫോക്കൽ ലെങ്തിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ വെക്കുമ്പോഴായിരിക്കും നമുക്ക് എൻലാർജ്ഡ് ഇമേജ് കിട്ടുക. ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സെയിം സൈസ് അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞത് ഇവിടെ കൂട്ടിമുട്ടുന്നില്ലല്ലോ, നമ്മൾ അങ്ങ് അസ്യൂം ചെയ്ത് കൂട്ടിമുട്ടിപ്പിക്കുകയല്ല ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടണത് എന്തായിരിക്കും, ഇവിടെ വെർച്വൽ ഇമേജ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റും ആണ് കേട്ടോ. അതായിരിക്കും നമുക്ക് എൻലാർജ്ഡിൽ കിട്ടുന്ന ഒരു കോൺവെക്സ് ലെൻസിൽ ഈ എൻലാർജ് ഇമേജ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിന്റെ യൂസസ് കണ്ടുപിടിക്കാൻ പോണത് കേട്ടോ. അപ്പൊ നമുക്കറിയാം എൻലാർജ്ഡ് ആവണമെങ്കിൽ നമ്മൾ എവിടേക്കായിരിക്കും യൂസ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യാം. കാരണം മൈക്രോസ്കോപ്പിൽ നമുക്ക് ചെറിയ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വലുതായിട്ട് കാണണം. അപ്പൊ എൻലാർജ്ഡ് യൂസ് ചെയ്യണ ഒന്ന് മൈക്രോസ്കോപ്പ്, പിന്നെ എവിടെയാ ടെലസ്കോപ്പിൽ യൂസ് ചെയ്യാം, പിന്നെ എവിടെ യൂസ് ചെയ്യാം, നമുക്ക് TV അതിലൊക്കെ യൂസ് ചെയ്യാം, മോണിറ്ററിൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്. കുറച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. കോൺകേവ് ലെൻസിന്റെ യൂസസ് ആണ്. അത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പൈ ഹോൾ ക്യാമറയാണ്. അതായത് വാതിലൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ഹോൾ ഉണ്ട്, പുറത്ത് ആരാണെന്ന് അറിയാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പൊ അതിനാണ് നമ്മൾ കോൺകേവ് ലെൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, സ്പൈ ഹോൾ ക്യാമറ. ഓക്കെ, ഇനി നമുക്ക് മിറേഴ്സ് ഡിസ്കസ് ചെയ്യാം. മിറേഴ്സ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കോൺവെക്സ് മിററും ഒന്ന് കോൺകേവ് മിററും. മിറർ നമുക്കറിയാം, എന്താ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിറർ എന്ന് പറഞ്ഞാൽ ദർപ്പണം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഒരു സർഫസ്, ഈ ഒരു സർഫസിന്റെ ഈ വശം കണ്ടോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുകയാണ്, മെർക്കുറി കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്ന് ലൈറ്റ് വന്ന് ഇതിൽ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ അത് കടത്തി വിടാതെ അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ പോണേന്ന് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ആരോ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് റിഫ്ലക്ഷൻ ആണ് നമ്മുടെ മിറേഴ്സിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. മിറേഴ്സ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കോൺവെക്സ് മിററും ഒന്ന് കോൺകേവ് മിററും. അപ്പൊ കോൺവെക്സ് മിററിൽ നടക്കുന്നത് ഡൈവേർജിങ് ആണ്, അതേസമയം കോൺകേവ് മിററിൽ നടക്കുന്നത് കൺവേർജിങ് ആണ്. ഇപ്പൊ കോൺവെക്സ് മിറർ കണ്ടോ, ഇതിന്റെ ഈ ഇങ്ങനെ വരച്ചിട്ടില്ലേ, ഇതിന്റെ അർത്ഥം ഇത് റഫ് സർഫസ് ആണെന്നാണ് കേട്ടോ. ഇതാണ് റഫ് സർഫസ്, ഇതാണ് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് ആണ് നമ്മുടെ പുറം ഭാഗം കേട്ടോ. അപ്പൊ അതാണ് കോൺവെക്സ് മിററിനകത്തുള്ളത്. അപ്പൊ ഒരു സ്പൂൺ ആലോചിച്ചാൽ മതി, സ്പൂണിന്റെ പുറത്തത്തെ സർഫസ് ആയിരിക്കും നമ്മുടെ ഈ കോൺവെക്സ് മിറർ ആയിട്ട് വരിക. അതേസമയം കോൺകേവ് മിററിനകത്ത് അകത്തെ സർഫസ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് പുറത്ത് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാര്യം. ഇങ്ങനെ വരച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് റഫ്. ഒരു ഭാഗം റഫായാൽ മാത്രമേ ലൈറ്റ് കടത്തി വിടാണ്ട് അതങ്ങ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൺകേവ് മിററിന്റെ അകത്തെ ഭാഗമായിരിക്കും എന്ത്, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പൊ സ്പൂണിന്റെ കേസ് ആണെങ്കിൽ സ്പൂണിന്റെ പുറഭാഗം നമുക്ക് കോൺവെക്സ് മിറർ ആയിട്ടും സ്പൂണിന്റെ അകത്ത് നമുക്ക് കോൺകേവ് മിറർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റാ, കോൺകേവ് ലെൻസിന് ഈക്വലന്റാ. കോൺകേവ് മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസിന് ഈക്വലന്റാ. അപ്പൊ നമുക്കറിയാം കോൺവെക്സ് ലെൻസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് എൻലാർജ്ഡ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നതും എൻലാർജ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം യൂസസ് നമുക്ക് എന്തൊക്കെയായിട്ട് പറയാൻ പറ്റും, കോൺകേവ് മിറർ വലുതായിട്ട് നമുക്ക് കാണണം. അപ്പോൾ ഈ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്കറിയാം പല്ലൊക്കെ ഒത്തിരി വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഡെന്റിസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ഷേവിംഗ് മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, കോൺകേവ് മിറർ. കാരണം നമ്മുടെ മുഖം ഇത്തിരി വലുതായിട്ട് കാണുന്നാലേ ഷേവിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കോൺകേവ് മിററിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പറഞ്ഞ കേട്ടോ. അതേസമയം കോൺവെക്സ് മിറർ ആണെങ്കിൽ നമുക്ക് എന്താ കാണണ്ടേ, നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വ്യൂ കാണണം. അപ്പൊ നമുക്ക് വണ്ടിയിലൊക്കെയാണെങ്കിൽ നമ്മൾ റെയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. നമുക്ക് മിററിൽ കൂടെ നോക്കുന്ന സമയത്ത് പുറകിലുള്ള വണ്ടീനെ നമുക്ക് വലുതായിട്ടല്ല കാണണ്ടേ. അതായത് പുറകിൽ ഇപ്പോൾ ഒരു ലോറി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വലുതായിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല. അതേസമയം ഒരു വൈഡ് വ്യൂ കിട്ടാനാണ് നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. അപ്പൊ റെയർ വ്യൂ മിറേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കോൺവെക്സ് മിറർ. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആരും മിസ് ചെയ്യരുത്. അപ്പൊ കോൺവെക്സ് മിററിൽ നമ്മൾ യൂസ് ചെയ്യണത് റെയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ കോൺവെക്സ് മിററിനെ യൂസ് ചെയ്യും. കാരണം ഒരു വൈഡ് റേഞ്ച് ഓഫ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയം കോൺകേവ് മിറർ നമ്മൾ യൂസ് ചെയ്യുന്നത്
വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ആ പുള്ളി യൂസ് ചെയ്യുന്ന മിറർ, അല്ലെങ്കിൽ ഷേവിംഗ് മിറർ, ഇതൊക്കെ കോൺകേവ് മിററിന്റെ എക്സാമ്പിൾസ് ആണ്. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെല്ലാം PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എല്ലാവർക്കും അറിയായിരിക്കും എന്തായിരിക്കും മയോപ്പിയ എന്താണ്, ഹൈപ്പർമെട്രോപ്പിയ എന്നൊക്കെ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് തിരിഞ്ഞു പോകും. അപ്പൊ അത് എങ്ങനെ ഓർത്ത് വെക്കാന്നുള്ളത് നോക്കാം. മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും? മയോപ്പിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പേരാണ്. അപ്പൊ മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്. അപ്പൊ നമുക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് എന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എടുക്കാം. അതായത് ഞാൻ ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത്, ആ ഡിഫക്റ്റ്. അപ്പൊ ഞാനൊരു കേവില് പോയിന്ന് ഓർത്താൽ മതി. അപ്പൊ മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്, കോൺകേവ് ലെൻസ്. അടുത്തുള്ളത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അകലെയുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺകേവ് ലെൻസ് കേട്ടോ. അപ്പൊ ഇത് 3 പഠിച്ചില്ലേ. അടുത്തത് അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, മയോപ്പിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹൈപ്പർമെട്രോപ്പിയ. അങ്ങനെയാണെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കോൺവെക്സ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ഈ 2 എണ്ണത്തിനും പ്രോബ്ലം ആണ്. അത് അടുത്തുള്ളതും കാണാൻ പറ്റണില്ല, അകലെയുള്ളതും കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈഫോക്കൽ ലെങ്ത് ആയിരിക്കും. അതായത് ബൈഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് 2 എണ്ണത്തിനും പ്രോബ്ലം ഉണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പോർഷനിലും ആരും ഒന്നും തെറ്റിക്കാണ്ട് നോക്കുക. അപ്പോൾ താങ്ക് യു.